എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് നിങ്ങളോട് പ്രധാനപ്പെട്ട ഒരു ചെറിയൊരു വിഷയം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയില് ഒരു അക്യുപങ്ചറിനെ കുറിച്ചിട്ടുള്ളൊരു മൊത്തത്തിലുള്ളൊരു ചെറിയൊരു അതിന്റെ റൂട്ട് കോസ് എങ്ങനെയാണ് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു 1 hour വീഡിയോ ചെയ്തിരുന്നു. അതിൽ ഒരു നെഗറ്റീവ് കമന്റ് ഉണ്ടായിരുന്നത്, പക്ഷെ അവർക്കുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കാം, പറയാൻ പറ്റൂല. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ ഒരു മെസ്സേജ്, അങ്ങനെ ഒരു കമന്റ് അവർ ഇട്ടത്. എന്താണെന്ന് വെച്ചാല്, ഇതൊരു താൽക്കാലികമായിട്ടുള്ളൊരു ചികിത്സയാണ്. വൺ ടൈം ആണ്, ലോങ് ടൈം അല്ല എന്നുള്ളൊരു കാര്യത്തിലൊക്കെയാണ് ആ ആള് മെസ്സേജ് ഇട്ടത്. ഞാന് ആദ്യം കാണുമ്പോൾ തന്നെ അതൊരു എന്റെ മനസ്സിലൊരു ഭയങ്കരമായിട്ടൊരു എഫക്ട് ചെയ്തു. എന്താന്ന് വെച്ചാല്, ചിലപ്പോ ആള് ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് അങ്ങനെ പറഞ്ഞതാണോ, ഇതിനെ കുറിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് പറഞ്ഞതാണോ, അല്ലെങ്കിൽ വെറുതെ കമന്റ് ഇട്ടതാണോ. ഞാൻ ചെറിയൊരു സമയത്ത് എനിക്ക് അങ്ങനത്തെ ഒരു ആദ്യമായിട്ട് ഒരു നെഗറ്റീവ് കമന്റ് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സങ്കടമായി. എന്താണെന്ന് വെച്ചാല്, ഞാനിത് അത്രത്തോളം ആഗ്രഹിച്ചിട്ടും അത്രത്തോളം രീതിയിൽ പഠിച്ചിട്ടും മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്പെട്ടോട്ടെ ആ ഒരു കാര്യത്തിലാണ് ഞാൻ ആ ഒരു വീഡിയോ ചെയ്തത് എന്നത്. ഇനി എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാല്, ആദ്യം ആ ഒരു കമന്റ് കണ്ടപ്പോൾ എനിക്കൊരു ഭയങ്കര സങ്കടമായി. ഞാൻ അപ്പൊ തന്നെ അത് ഡിലീറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്ത് കണ്ടപ്പോൾ വീണ്ടും ആള് എന്ത് ചെയ്തു, ഫേക്ക് ആണെന്നൊക്കെ പറഞ്ഞിട്ട് അതിലേക്ക് വേറൊരു കമന്റും കൂടി ഇട്ടു. ഞാൻ അതിനെ ഡിലീറ്റ് ചെയ്യാനൊന്നും പോയില്ല. എനിക്കൊരു എക്സ്പ്ലനേഷൻ കൊടുക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന്റെ പുറത്താണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാല്, ചിലപ്പോ നിങ്ങള് ആ ഒരു വേറെ ഏതെങ്കിലും ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ ക്ലിനിക്കിലേക്കൊക്കെ അക്യുപങ്ചർ ക്ലിനിക്കിലൊക്കെ പോയിട്ടുണ്ടാവും. ചിലപ്പോ കറക്റ്റ് ആയിട്ടുള്ള ആളുകളുടെ അടുത്തല്ലായിരിക്കും നിങ്ങൾ എത്തിപ്പെട്ടിട്ടുള്ളത്. നിങ്ങള് ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ അതിനെ കുറിച്ചിട്ട് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് എന്നിട്ട് അത് എന്ത് ചെയ്യാ, ഫോളോ ചെയ്യാന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ, TCM എന്ന് പറയും. അതിലുള്ള ഒരു അക്യുപ്രഷർ മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ഓൺലൈൻ കൺസൾട്ടേഷനിലൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നുള്ളത്. അപ്പോ എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാല്, കുട്ടികളില്ലാതെ ഒരുപാട് സ്ത്രീകള് കഷ്ടപ്പെടുന്നുണ്ട്, എനിക്ക് മനസ്സിലാവും. അപ്പൊ ഒരു കല്യാണം കഴിഞ്ഞാല് ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്, വിശേഷായില്ലേ വിശേഷായില്ലേ എന്നുള്ളത്. അപ്പോ എത്രത്തോളം ഒരു പുതു പെണ്ണ് ഒരു വീട്ടിൽ വന്നപ്പോ അങ്ങനത്തെ ഒരു ഫേസിലൂടെ ആൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും പല രീതിയിലുള്ള ഒരു ഡ്രീംസിലൂടെ ഒക്കെ വന്നപ്പോ ഒരു മാസം കഴിയുമ്പോ ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ വരുമ്പോ എത്രത്തോളം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അവരുടെ ഒരു മാനസികാവസ്ഥ? അപ്പോൾ ഒരു 2 വർഷത്തോളം അല്ലെങ്കിൽ ഒരു 4 വർഷത്തോളം കല്യാണം കഴിഞ്ഞിട്ട് ഇതേ ക്വസ്റ്റ്യൻ ആണ് ആള് പിന്തുടരുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അവരുടേത്, അല്ലെ? അപ്പോ ഈ ഒരു അങ്ങോട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മളൊരു പബ്ലിക്കിലൊരു നമ്മളൊരു സമൂഹത്തിലൂടെ ജീവിക്കുന്ന ആളുകളാണ്. അപ്പോ അത്തരത്തിലുള്ള ആളുകളോട് ഈ ഒരു വീഡിയോ കാണുന്ന ആളുകള് എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം ആരോടെങ്കിലും നിങ്ങളെ ഫാമിലിയിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ ഇടയിലോ നിങ്ങൾ അല്ലെങ്കിൽ നൈബേഴ്സിന്റെ ഇടയിലോ നിങ്ങൾ ഒരു സമൂഹത്തിന്റെ ഇടയിൽ പോകുമ്പോ ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ എത്രത്തോളം അവർ മാനസികമായിട്ട് ഹേർട്ട് ചെയ്യുന്നുണ്ടെന്ന് അവർക്ക് മാത്രമേ അറിയുള്ളൂ. ചിലപ്പോൾ നിങ്ങൾ ആ ഒരു ഫേസിലൂടെ കടന്നു പോയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ കല്യാണം കഴിഞ്ഞാൽ ഉടനെ പ്രഗ്നന്റ് ആയിട്ടുണ്ടാവും. ചിലപ്പോൾ ഒരു ഏജ് ആയിട്ടുള്ള ആളുകളായിരിക്കും. അപ്പൊ ഏജ് ആയിട്ടുള്ള ആളുകൾ ഇതേ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മളും അതേപോലെ റിഫ്ലക്റ്റ് ആവുന്നുണ്ട്. നമ്മളെ ഫ്രണ്ട്സിന്റെ ഇടയിൽ ഒരു കുത്തുവാക്കലൊരു അവരെ ഒരു സങ്കടപ്പെടുത്തുന്ന രീതിയിലല്ലായിരിക്കും, പക്ഷെ തമാശക്കായിരിക്കും, പക്ഷെ അത് ഭയങ്കരമായിട്ട് അവർക്ക് ഹേർട്ട് ചെയ്യുന്നുണ്ടാവും. എനിക്കുണ്ടായ ഒരു അനുഭവമാണ്, എന്റെ കൺസൾട്ടിങ്ങിലൂടെ എനിക്ക് കിട്ടിയ അനുഭവങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, എൻ്റെ ഒരു ഇത് ഞാൻ ആ ടോപ്പിക്കിലേക്ക് വരുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഉള്ള എത്രയോ ആ സഹോദരിമാര് കഷ്ടപ്പെടുന്നുണ്ട്. അവരൊന്ന് കൈപിടിച്ചിട്ട് അവരുടെ എന്താണ് അവർക്കുള്ള അനുഭവിച്ചിട്ടുള്ള ഒരു മാനസികാവസ്ഥ, എന്തുകൊണ്ട് അവർ ഗർഭിണിയാവുന്നില്ല, പല കാര്യങ്ങളും അവർ ഫേസ് ചെയ്യുന്നുണ്ടാവും. അതിനെ അവർക്ക് കറക്റ്റ് കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാക്കിയിട്ട് അതിന്റെ റൂട്ട് കോസ് എന്താണ്, എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഗർഭം ധരിക്കാൻ പറ്റാത്തത് എന്ന് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. അവരുടെ ആ ജേണിയിൽ നല്ലൊരു സുഹൃത്തായി നല്ലൊരു സഹോദരിയായി ഞാൻ ഉണ്ടാവണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എൻ്റെ കമ്മ്യൂണിറ്റിയിലൂടെ ഞാനും കൊടുക്കുന്നുള്ളത് അതാണ്. അവർക്ക് റൂട്ട് കോസ് മനസ്സിലാക്കിയിട്ട് അതിന്റെ എന്താണ് ബുദ്ധിമുട്ട് അതിനെ മനസ്സിലാക്കിയിട്ട് അവർക്ക് അതിനെ റിലീഫ് ചെയ്യിപ്പിക്കുന്ന ഒരു മെത്തേഡും കൂടിയാണ് ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ,
അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഇന്റൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ആ ഒരു ടോപ്പിക്കിലേക്കൊന്നും വരുന്നില്ല. കൂടുതലായിട്ട് അതൊക്കെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ വിശദീകരിച്ചതാണ്. ഓക്കെ, ഞാനിപ്പോ വന്നത് എന്താണെന്ന് വെച്ചാല്, ഹീലിംഗ് എന്ന് പറയുന്നുള്ളത് ഒരു സുഖപ്പെടുത്തുന്ന ആ ഒരു, നിങ്ങൾക്കൊരു അസുഖം ഉണ്ടെങ്കിൽ അതൊരു വലിയൊരു ജേണിയാണ്. നിങ്ങൾക്ക് ഈ അസുഖം വന്നത് എന്തുകൊണ്ടെന്ന് നിങ്ങളൊന്നും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അതൊരു ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് അല്ല. അതൊരു ലോങ് പ്രൊസീജിയർ ആണ്. നിങ്ങളുടെ ശരീരത്തിൽ എന്തൊക്കെയാണ് റിഫ്ലക്ഷൻസ് ഉള്ളത്, നിങ്ങൾ കടന്നുപോയ, ഫേസ് ചെയ്ത കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും നിങ്ങളുടെ ആ ഒരു രോഗത്തെ കണക്കാക്കപ്പെടുന്നുള്ളത്. അപ്പോ ഞാനിവിടെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുള്ള, ഈ ഒരു സഹോദരികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുള്ളത് എന്താണെന്ന് വെച്ചാല്, അവരുടെ ആ ഒരു ലോങ് ടേം ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് ഞാൻ ആഗ്രഹിക്കുന്നുള്ളത്. ഈ ഒരു അക്യുപങ്ക്ചറിലൂടെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നുള്ളത് അവരുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ്. അവരുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാ എന്നുള്ളതാണ്. എന്റെ കമ്മ്യൂണിറ്റിയുടെ പേര് സഫോമിസോൾ എന്നാണ്. ഹായ്, ഞാൻ ഹീലർ സഫ്ര. ഞാൻ ഒരു അക്യുപങ്ക്ചറിസ്റ്റ് ആണ്. 5 ഇയേഴ്സോളായി ഞാൻ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നുള്ളത്. അപ്പൊ എന്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും, ഞാൻ പഠിച്ചെടുത്ത കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇതിലൂടെ, എന്റെ ഈ ഒരു ചാനലിലൂടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇനി ഒരു കോമൺ ആയിട്ടുള്ള ഒരു തോട്ട്സ് ആണ് സമൂഹത്തിലൊക്കെ, അല്ലെ? മൊത്തത്തിൽ നിങ്ങൾ ആക്യുപങ്ക്ചറിനെ കുറിച്ചിട്ടൊക്കെ പല ആൾക്കാരും പല രീതിയിലൊക്കെ ഭയങ്കരമായിട്ട് വിമർശിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം എന്ന് പറയുന്നുള്ളത്, നമ്മൾക്ക് എല്ലാവർക്കും ഒരു ചികിത്സ ഏറ്റെടുക്കുന്നുള്ളത് അവരവരുടെ ഒരു എന്താ പറയാ, ഈ ഒരു ചികിത്സ ചൂസ് ചെയ്യേണ്ടത്, ഏത് ചികിത്സ ചൂസ് ചെയ്യണം എന്നുള്ളത് അവരവരുടെ ഒരു ഇന്റൻഷൻ ആണ്. അവരാണ് ചൂസ് ചെയ്യേണ്ടത്. അവരാണ് എന്ത് ചെയ്യുന്നുള്ളത്. ഇപ്പൊ ഞാൻ ഏത് ചികിത്സ ചൂസ് ചെയ്യണം എന്ന് പറയുന്നത് അത് എന്റെ മാത്രം എന്താണ് വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് നമ്മൾ കൈയിടേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾക്ക് സമൂഹത്തിലേക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. ഈ ഒരു മെത്തേഡ് ഉണ്ട്, ഇങ്ങനെ ഒരു മെത്തേഡ് ഉണ്ട്, മരുന്നില്ലാത്തൊരു ചികിത്സ, നാച്ചുറൽ ഹീലിംഗ് ഉണ്ട് എന്ന് സമൂഹത്തിന് നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ്. പക്ഷെ പലപ്പോഴും പല രീതിയിൽ നമ്മൾക്ക് ന്യൂസിലൊക്കെ പല നെഗറ്റീവ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ അത് പിന്നീട് നമ്മൾക്ക് ചർച്ച ചെയ്യാം. അത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ കമന്റ് അറിയിക്കുക. അങ്ങനത്തെ ഒരു ചർച്ച കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നതാണ്. ഓക്കെ, ഇതിലൂടെ എനിക്ക് പറയാനുള്ളത്, ഇതൊരു വൺ ടൈം ട്രീറ്റ്മെന്റ് അല്ല. ഈ ഒരു അക്യുപങ്ക്ചർ എന്ന് പറഞ്ഞാല് ഒരു സമയത്തേക്ക് നിങ്ങൾക്ക് ഒരു വേദന ഉണ്ടെങ്കിൽ അത് ഓൺ ടൈം ആയിട്ട് നിങ്ങൾക്ക് ക്യൂർ ചെയ്യിപ്പിക്കുന്ന ഒരു മെത്തേഡ് അല്ല എന്ന് പറയുന്നുള്ളത്. ഇത് ഇതിന്റെ ഒരു കോമൺലി ആളുകൾ ഇതിനെ കരുതി വെച്ചിട്ടുള്ളത് അത് താൽക്കാലികമായിട്ട് ഒരു ആശ്വാസമാണെന്നാണ്. പക്ഷെ എനിക്ക് പറയാനുള്ളത് ഇതൊരു താൽക്കാലിക ആശ്വാസമല്ല. നിങ്ങളുടെ ശരീരത്തിൽ എന്താണോ ബുദ്ധിമുട്ടുള്ളത് ആ ബുദ്ധിമുട്ടിനെ ക്യൂർ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. കറക്റ്റ് ആയിട്ടുള്ള ഒരു ഹീലിംഗിലേക്ക് നിങ്ങളെ എത്തിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ നോർമലി ഒരു ഷോൾഡർ പെയിൻ വന്നാല്, അല്ലെങ്കിൽ സ്റ്റൊമക് പെയിൻ വന്നാല്, അല്ലെങ്കിൽ ഹെഡ് ഏക്ക്, നോർമലി കാണപ്പെടുന്നത് ഹെഡ് ഏക്ക് ആയിരിക്കും കൂടുതൽ, അല്ലെങ്കിൽ ബാക്ക് പെയിൻ ആയിരിക്കും. അപ്പൊ നിങ്ങൾ നേരെ പോയി ഡോക്ടേഴ്സിനെ കാണേണ്ടതെന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. മോഡേൺ മെഡിസിൻ നമ്മൾക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, വേണം തന്നെയാണ്. പക്ഷെ അതിനൊന്നും എതിർക്കുന്നതല്ല. ഇപ്പോഴും സയന്റിഫിക്കലി കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾ ആ ഒരു പെയിൻ കില്ലേഴ്സ് കഴിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ എന്താ പറയാ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അതിന് ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ പെയിൻ കില്ലേഴ്സ് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ടൈം റിലീഫാണ്. നിങ്ങൾക്ക് എത്ര ആൾക്ക് അത് തോന്നിയിട്ടുണ്ട്? താൽക്കാലികമായിട്ട് ഒരു ടാബ്ലറ്റ് കഴിച്ചാൽ, ആ ഒരു പെയിൻ കില്ലർ കഴിച്ചാൽ അന്നത്തെ ഒരു ദിവസം നിങ്ങൾക്ക് നല്ല ക്യൂർ ഉണ്ടാവും, പിന്നെ അത് വരുന്നുണ്ടാവും. അത് അവിടത്തേക്ക് തന്നെ ഒരു സപ്രസ് ചെയ്യിപ്പിക്കുന്ന ഒരു മെത്തേഡാണ് ആ ഒരു പെയിൻ കില്ലേഴ്സ് എന്ന് പറയുന്നത്. പക്ഷെ അക്യുപങ്ക്ചർ എന്ന് പറഞ്ഞെങ്കിൽ ലോങ് ടേം നാച്ചുറൽ ഹീലിംഗ് ആണ്. അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് പേഷ്യൻസോടെ കാത്തിരുന്ന് ആ ഒരു ടൈമും പേഷ്യൻസോടെ അതിനെ മനസ്സിലാക്കിയിട്ടാണ് നമ്മളുടെ ശരീരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടിനെ, അല്ലെങ്കിൽ നമ്മൾക്ക് എന്താണ് അതിനെ നമ്മൾ തന്നെ നമ്മുടെ ശരീരത്തെ വാച്ച് ചെയ്തുകൊണ്ടാണ് അതിനെ ക്യൂർ ചെയ്യിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അതാണ് പ്യൂർ ആയിട്ടുള്ള ട്രൂ ഹീലിംഗ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നുള്ളത്? എന്നുണ്ടെങ്കിൽ ഒന്ന് ചാറ്റിലേക്ക് കമന്റ് ചെയ്യൂ കേട്ടോ. ഓക്കെ, അപ്പോ നമ്മളുടെ സമൂഹത്തിലുള്ള ആളുകള് കൂടുതൽ ആഗ്രഹിക്കുന്നത് ഫാസ്റ്റ് റിസൾട്ട് ആണ്. എന്തുകൊണ്ടാണ്? നമ്മളുടെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വേൾഡ് എന്ന് പറയുന്നത് അങ്ങനെയായി മാറി. മോഡേൺ മെഡിസിൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു താൽക്കാലികമായിട്ട് ആശ്വാസമുള്ള, എല്ലാവർക്കും പെട്ടെന്നാണ് ക്യൂർ ചെയ്യേണ്ടത്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് പെട്ടെന്ന് ക്യൂർ ചെയ്താലേ അപ്പോഴത്തേക്ക് ആ ഒരു സപ്രസ് ചെയ്യിപ്പിക്കുന്ന ഒരു മെത്തേഡാണ് ആ ഒരു വേദന ക്യൂർ ചെയ്യിപ്പിക്കുന്നത്. പക്ഷെ ഉള്ളിലുള്ള ഓർഗൻസിന് അതിന് ഡെഫിഷ്യൻസി സംഭവിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും റൂട്ട് കോസ് എന്തെങ്കിലും തകരാറ് വന്നിട്ടുണ്ടാവും എന്നുള്ളതാണ്.
അല്ലെ? അപ്പോ ഇത് നമ്മള് നോർമലി നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഒരു മരത്തില് ഒരു ചില്ലിയിലേക്ക് ഒരു ക്ഷതം സംഭവിച്ചെന്ന് വെച്ചാല് ഒരു സൈഡ് എന്താ പറയാ എന്തെങ്കിലും അത് കടിച്ചിട്ട് അത് ക്ഷതം സംഭവിച്ചു. പക്ഷെ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് അതിനെയാണോ? അല്ല. അതിന്റെ വേരിന്റെ ആ ഭാഗത്ത് പോയിട്ട് അതിനെ നന്നായിട്ട് പരിപാലിക്കും. അതിനൊന്ന് കളച്ചു കൊടുക്കും. അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള എന്താ പറയാ അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കും അല്ലെ? അതിനുള്ള വളം ഇട്ട് കൊടുക്കും, വെള്ളം ഒഴിച്ചു കൊടുക്കും. അപ്പോൾ അത് പിന്നീട് അത് കായ്ക്കുന്നുണ്ട്. നല്ല ഒരു എന്താ പറയാ അത് തളർന്നിട്ടുണ്ടാവുന്നത് അത് നല്ല ഓപ്പൺ ആയി വരും. അതിന്റെ ലീവ്സ് ഒക്കെ തളർന്നിട്ടുണ്ടാവുന്നത് അത് നല്ല വികസിച്ചിട്ട് വരും. എന്തുകൊണ്ട് അതിന്റെ റൂട്ട് കോസ് ആണ് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുള്ളത് അല്ലെ? അതിനെ ആ ഒരു മരത്തിനെ ട്രീറ്റ് ചെയ്യുന്നുള്ളത് എങ്ങനെയാണ് അതിന്റെ റൂട്ട് കോസിലാണ്. അതേപോലെ തന്നെയാണ് അക്യുപങ്ക്ചർ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലുള്ള റൂട്ട് കോസിനെ മനസ്സിലാക്കിയിട്ട് അതിനെ ട്രീറ്റ്മെന്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കുള്ള ആ ഒരു നിലവിലുള്ള ഫിസിക്കലി എന്താണോ ഡെഫിഷ്യൻസി ഉള്ളത്, എന്താണ് ബുദ്ധിമുട്ടുള്ളത്, അത് ക്യൂർ ആവുള്ളൂ. ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളൊന്ന് മനസ്സിലാക്കുക, കോമൺ ആയിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ്. പക്ഷെ നാച്ചുറൽ ഹീലിംഗ് എന്ന് പറയുന്നത് കുറച്ച് ടൈം എടുക്കും, ഷോർട്ട് കട്ട് ഒന്നും അല്ല. ഷോർട്ട് കട്ട് എന്ന് പറയുമ്പോൾ റിയൽ റിസൾട്ട് ഉണ്ടാവില്ല, താൽക്കാലികമായിട്ട് ഒരു ആശ്വാസമാണ്. പക്ഷെ അക്യുപഞ്ചർ എന്ന് പറയുമ്പോൾ ഒരു ലോങ് ടേം ഒരു ട്രാൻസ്ഫോർമേഷൻ, നിങ്ങളുടെ ലൈഫിൽ തന്നെ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്ന ഒരു പ്രക്രിയയാണ്. പിന്നെ നമ്മുടെ ബോഡിയിൽ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് ചില ആളുകൾക്ക് സംശയം ഉണ്ടാവും. ആ ഒരു ഹോർമോൺ ബാലൻസ് ഉണ്ടാവാൻ കുറേ ടൈം കഴിഞ്ഞിട്ടായിരിക്കും ആ ഒരു ഹോർമോൺ ബാലൻസ് വന്നിട്ടുണ്ടാവുക. പക്ഷെ നമ്മൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. നമ്മൾ പലപ്പോഴും നമ്മളുടെ ആ ഒരു ലൈഫ് സ്റ്റൈൽ മാറ്റം കൊണ്ടായിരിക്കും, ഫുഡ് ഹാബിറ്റ്, ഡയറ്റ് കാര്യങ്ങളും, പിന്നെ അതേപോലെ ഇമോഷണൽ സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള ബാലൻസിനെ ഒന്ന് നമ്മൾ ഒരു ടൈം എടുത്തിട്ട് അതിനെ സ്ലോലി സ്ലോലി നമ്മളുടെ നെർവസ് സിസ്റ്റമിനെ സ്ലോലി കറക്റ്റ് ചെയ്തിട്ട് അതൊരു ട്രൂ ഒരു ചേഞ്ചസിലേക്ക് കൊണ്ടുവരാന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് ഒരു 4 തൊട്ട് 12 വീക്കെങ്കിലും എടുക്കും ഈ ഒരു അക്യുപങ്ചർ പ്രൊസീജിയറിൽ നിങ്ങളുടെ ഒരു ബോഡി ഒന്ന് സെറ്റ് ആയി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ഹോർമോണൽ ഇംബാലൻസ് എന്ന് പറയുന്നത് ലോങ് ടേം ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് ഉണ്ടായതിലൊക്കെ ബെറ്റർ ആക്കിയിട്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ ഹോർമോണൽ ഇംബാലൻസ് ബാലൻസ് ചെയ്യിപ്പിക്കുള്ളൂ. ചില ആളുകളില് ടാബ്ലറ്റ് ഒക്കെ കഴിച്ചാലാണ് ആ ഒരു ഹോർമോണൽ ഇംബാലൻസ് കറക്റ്റ് ചെയ്യുന്നുള്ളത്. അപ്പൊ നിങ്ങള് പല ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഹോർമോൺസിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഹോർമോൺസ് ഒക്കെ കറക്റ്റ് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾക്ക് പി സി ഒ ഡി ഒന്നും ഉണ്ടാവില്ല, എല്ലാം ബാലൻസ് ആയിട്ടുണ്ടാവും. പക്ഷെ കുഞ്ഞുങ്ങളൊന്നും ജനിക്കുന്നില്ല. അതിനുള്ള കാരണം എന്ന് പറയുന്നില്ല, നമ്മൾ ഈ ഒരു അക്യുപങ്ചറിൽ അതിന്റെ റൂട്ട് കോസ് മനസ്സിലാക്കിയിട്ട് ആ റൂട്ട് കോസിനെ ട്രീറ്റ്മെന്റ് ചെയ്താൽ മാത്രമേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് യൂട്രസിനെ പ്രോപ്പർ ചെയ്തിട്ട് അതിന്റെ ബ്ലഡ് ഫ്ലോ, എനർജി ഫ്ലോ ഒക്കെ കറക്റ്റ് ചെയ്താൽ മാത്രമാണ് അവിടെ ഒരു കുഞ്ഞ് സംഭവിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഈ ഒരു ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ എന്ന് പറയുന്നുള്ള ആ ഒരു ആക്യുപങ്ചറിൽ പറയുന്ന ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്. അതിന്റെ ഒരു എന്താ പറയാ അതിന്റെ ഒരു നോളജ് പറയുന്നില്ല, അതാണ് ആ ഒരു കാര്യമാണ് നമ്മളുടെ ഈ ഒരു അക്യുപങ്ചറിൽ പറയുന്നത്. ഇതൊരു സാധാരണ രീതിയിൽ ഒരു എന്താ പറയാ ഒരു ട്രീ വെക്കുന്ന പോലെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സാധാരണ രീതിയിൽ ഒരു വിത്ത് നട്ടിട്ട് അത് ഫലം കായ്ക്കുന്നുള്ളത് കുറേ ടൈം എടുക്കും. അതിന്റെ ഒരു പ്രൊസീജിയേഴ്സ് ഉണ്ട് അല്ലെ? അതേപോലെ തന്നെയാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. ഒരു ദിവസത്തിൽ തന്നെ നിങ്ങൾക്ക് ഫ്രൂട്ട് കിട്ടുമോ? ഇല്ലല്ലോ. ഒരു പ്ലാന്റ് നട്ടു, അതില് പിറ്റേ ദിവസം തന്നെ നിങ്ങൾക്ക് കായ്ച്ചിട്ട് ആ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് തിന്നണമെന്ന് വെച്ചാൽ ഒരിക്കലും സാധിക്കില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് നമ്മളുടെ ഈ ഒരു അക്യുപങ്ചർ എന്ന് പറയുന്നത്. അതിന്റെ റൂട്ട് കോസിനെ നറിഷ് ചെയ്തിട്ട് അതിനെ പ്രോപ്പർ ആയിട്ട് കൊണ്ടുവരാന്നുള്ളതാണ്. അത് ഒരു വൺ ടൈം ഹീലിംഗ് അല്ല, നിങ്ങളുടെ ലൈഫിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ്. നിങ്ങൾ മൊത്തത്തിൽ നിങ്ങളുടെ ബോഡിനെ നിങ്ങളെ കൊണ്ട് തന്നെ എങ്ങനെ ചെയ്യിപ്പിക്കാം എന്നുള്ള ഒരു മെത്തേഡും കാര്യങ്ങളൊക്കെയാണ്. ഒരു സീഡിനെ അതിനെ പരിപാലിച്ചിട്ട് അതൊരു പ്ലാന്റ് ആയിട്ട് ഒരു തൈയായിട്ട് അത് പൊട്ടി മുളച്ച് വരുന്നത്, അത് വലുതായി ചെറിയ രീതിയിൽ കാഴ്ച വരുന്നതും അതിന് ചില്ലകളും പല രീതിയിലുള്ള ലീവ്സ് കാര്യങ്ങളും, ഒരു ലീവ്സ് വന്നാൽ തന്നെ നമുക്കൊരു ഒരു സന്തോഷം ഉണ്ടാവില്ലേ? അതേപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിലും പല രീതിയിലുള്ള ഒരു സീഡ് നട്ടിട്ട് അതിനെ പരിപാലിച്ചിട്ട് ഒരു ഇത് ചില്ലകളായി അതിലെ ഒരു ഫ്രൂട്ട് കായ്ക്കുമ്പോഴുള്ളൊരു സെയിം അവസ്ഥയാണ്. ആ ഒരു പ്രൊസീജിയറിലൂടെയാണ് നിങ്ങളുടെ ഒരു ലൈഫിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരുന്നത്. ഓക്കെ, ഇനി അക്യുപങ്ചറിന്റെ ഒരു ഹീലിംഗ് ടൈം എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു ആഴ്ച എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിലുള്ള ഒരു ഡീറ്റോക്സ്, ആ ഒരു സിംറ്റംസിന് ഉണ്ടാകുന്ന
കാര്യങ്ങളൊക്കെ ഒരു ഡിറ്റോക്സ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ വീക്കിലും ഒരു 2 to 4 വീക്കില് നമ്മളുടെ ആ ഒരു ശരീരത്തിലുള്ള എനർജി ഫ്ലോ കറക്റ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ആ ഒരു ഭാഗത്തേക്ക് എവിടെയാണോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ആ ഒരു ഭാഗത്തേക്ക് എനർജി ഫ്ലോ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഒരു 2 to 4 വീക്കിൽ നടക്കുന്നുള്ളത് നമ്മുടെ ശരീരത്തിൽ ഈ ഒരു ചികിത്സയിലൂടെ. ഇനി ഒരു 2-3 മാസത്തില് നമ്മളുടെ ഹോർമോണൽ ബാലൻസ് ചെയ്യിപ്പിക്കുന്ന ഒരു മെത്തേഡാണ്, ആ ഒരു കാര്യമാണ് നമ്മളുടെ ശരീരത്തിൽ നടക്കുന്നുള്ളത്. ഇനി ഒരു 4 മാസം കഴിയുമ്പോൾ ആ ഒരു ഇമോഷണലി ഹീലിംഗ് ഉണ്ടാവും. നമ്മുടെ ലൈഫിൽ ഓരോ സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അത് പെട്ടെന്നൊന്നും ക്യൂർ ആവൂല. നമ്മൾ എത്ര ശ്രമിച്ചിട്ട് നമ്മൾക്ക് ചില ആളുകൾ പറയും ഞാൻ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നുണ്ട്, ഞാൻ ക്യൂർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പക്ഷെ നടക്കുന്നില്ല. അത് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് വിണ്ടുന്ന ഒരു അവസ്ഥ, ഞാൻ എന്തിനാ അങ്ങനെ ചെയ്യുന്നത്, അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ഒരു ഇമോഷണലി ഭയങ്കരമായിട്ട് നമ്മുടെ ഡിഫിക്കൽട്ടി ഉണ്ടാവും. ആ ഒരു ഇമോഷണൽ ഹീലിംഗ് വരാൻ ഏകദേശം ഒരു 4 മാസത്തോളം എടുക്കും എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് നമ്മുടെ യൂട്രസിലേക്കുള്ള ആ ഒരു പ്രൊസീജിയേഴ്സ് നടക്കുകയുള്ളൂ കറക്റ്റായിട്ട്. ഇമോഷണലി ഭയങ്കരമായിട്ട് കണക്ഷൻ ഉണ്ട് നമ്മുടെ യൂട്രസിലേക്ക്. അപ്പോൾ ഇതാണ് നമ്മളുടെ അക്യുപഞ്ചറിന്റെ ആ ഒരു ഹീലിംഗ് ടൈം ലൈൻ എന്ന് പറയുന്നുള്ളത്. ഇത് ഒരു സക്സസ് സ്റ്റോറി എന്ന് പറയുന്നത് ഒരു 3 മാസം കൊണ്ട് എൻ്റെ ഒരു പേഷ്യന്റ് ഉണ്ടായിരുന്നു. ആൾക്ക് എന്താ പീരിയഡ്സ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടായിരുന്നില്ല. ആ ഒരു പീരിയഡ്സ് മെഡിസിൻ കഴിച്ചാൽ മാത്രമാണ് ആൾക്ക് പീരിയഡ്സ് കറക്റ്റ് ആയിട്ട് വരുന്നുള്ള ആ ഒരു പ്രൊസീജിയറിലൂടെയായിരുന്നു നമ്മളുടെ ആ ഒരു ഹീലിംഗിലേക്ക് ആള് ട്രസ്റ്റ് ചെയ്തത് കൊണ്ട്, ഇതിലേക്ക് വന്നത് കൊണ്ട് ആൾക്ക് മെഡിസിൻ ഇല്ലാതെ തന്നെ ആളുടെ ഹീലിംഗ് പ്രോസസ്സ് കറക്റ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ഇൻഫെർട്ടിലിറ്റി ആയിട്ടുള്ള ആ ഒരു പ്രഗ്നൻസിയിലേക്ക് ഉള്ളൊരു ആ ഒരു വേ ഉണ്ടല്ലോ. അതിന് ഒരു സെഷനിലൂടെ ഒന്നും ഒരിക്കലും അത് കറക്റ്റ് ആയില്ല എന്നുള്ളതാണ്. അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രമേ ആ ഒരു വേയിലേക്ക് എത്തുള്ളൂ. നിങ്ങൾ ആ ഒരു ഇൻഫെർട്ടിലിറ്റിയിലുള്ള ആ ഒരു വന്ധ്യതയിലുള്ള കാലത്തിൽ നിന്നും നിങ്ങൾക്ക് പ്രഗ്നൻസിയിലേക്ക് ഒരു പാതയുണ്ട്, ഒരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ നടക്കണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. ഒരു സെഷനിലൊന്നും ഒരിക്കലും അത് നിങ്ങൾക്ക് ക്യൂർ ആവില്ല എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് ഒരു വൺ ടൈം സെഷൻ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു റിലാക്സേഷൻ ഉണ്ടാവും. അതേപോലെ ആ ഒരു ലൈഫ് നമ്മളുടെ ബോഡിയിൽ ഒരു സ്റ്റിമുലേഷൻ സംഭവിക്കും. പക്ഷെ ഒരു ലോങ് ടൈം ആയിരിക്കില്ല എന്നുള്ളതാണ്. ആ ഒരു ലോങ് ടൈം ആവണമെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ ആ ഒരു റൂട്ട് കോഴ്സ് നേരത്തെ പറഞ്ഞ പോലെ ആ റൂട്ട് കോഴ്സിനെ മാത്രം നിങ്ങൾ കറക്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യിപ്പിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് മാറ്റം കിട്ടുള്ളൂ. ഇനി സയന്റിഫിക് ആയിട്ടുള്ള ഒരു നമ്മളുടെ ഒരു സ്റ്റഡി എന്ന് പറയുന്നത് ആക്യുപങ്ചറിലൊരു 6 to 12 സെഷനെങ്കിലും നമ്മളുടെ ഹോർമോൺ റീസെറ്റ് ചെയ്യാനുള്ള ഒരു ടൈമിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ഡീപ്പായിട്ടുള്ള ഒരു വർക്ക് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട്. ആ ഒരു റൂട്ട് കോസിലേക്ക് കറക്റ്റായിട്ട് നടന്നാൽ മാത്രമാണ് നമ്മളുടെ ഹോർമോണൽ ഇംബാലൻസിനെ ബാലൻസ് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് 1 വീക്കിനുള്ളിൽ നിങ്ങൾക്ക് ആ ഒരു ഹോർമോണൽ ഇംബാലൻസ് ഉള്ളത് നിങ്ങൾക്ക് പെട്ടെന്ന് ക്യൂർ ആക്കണമെന്ന് വെച്ചാൽ ഒരിക്കലും നടക്കുന്ന കേസല്ല. നിങ്ങൾ പല ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടായിരിക്കും നമ്മുടെ അടുത്ത് വരാം. അവസാനമായിരിക്കും നിങ്ങൾ വരുന്നുള്ളത്. എല്ലാ ട്രീറ്റ്മെന്റ്സും കഴിഞ്ഞിട്ട് പല പല ചികിത്സകളും നടത്തിയിട്ട് അവസാനമായിരിക്കും നിങ്ങളുടെ ബോഡിയിൽ ടോക്സിൻസ് നിറഞ്ഞിട്ടായിരിക്കും നമ്മളെ അടുത്ത് വരുന്നത്. ആ ടോക്സിൻസിനെ റിലീസ് ചെയ്തിട്ടായിരിക്കണം നിങ്ങൾക്ക് മറ്റു കാര്യങ്ങളിലൊക്കെ ബുദ്ധിമുട്ടിനൊക്കെ റിലീഫ് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ആ ഒരു ടോക്സിൻസിനെ റിമൂവ് ചെയ്യുമ്പോൾ കുറച്ച് ടൈം എടുക്കും എന്നുള്ളതാണ്. ഇനി കറക്റ്റായിട്ട് നിങ്ങളുടെ ആ ഒരു ഈ ഒരു ഹീലിങ്ങിലൂടെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നെർവസ് സിസ്റ്റമിന്റെ ആ ഒരു ഫ്ലോനെ ആ ഒരു ട്രെയിൻ പോകുന്ന ആ ഒരു ലെവലിലേക്ക് എത്തിക്കണമെങ്കിൽ ചില സമയത്ത് ആ നെർവസ് സിസ്റ്റം കറക്റ്റായിട്ട് ഫ്ലോ ചെയ്യുന്നുണ്ടാവും. അതിനെ നല്ല രീതിയിൽ ഫ്ലോ ചെയ്യിപ്പിക്കാൻ നമ്മളുടെ മെറീഡിയൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഒരു ക്ലാസ്സിൽ ആ ഒരു മെറീഡിയൻസിനെ അലൈൻ ചെയ്യിപ്പിക്കുക. പിന്നെ അതേപോലെ നമ്മളുടെ ഹാബിറ്റ്സ് മൈൻഡ് സെറ്റ് ഒക്കെ ഒന്ന് റിവൈൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ആ റിവൈൻഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾക്ക് നമ്മളുടെ ആ ശരീരത്തിലുള്ള ബുദ്ധിമുട്ടിനെ ഹീൽ ചെയ്യിപ്പിച്ചുകൊണ്ട് വരും എന്നുള്ളതാണ്. ഇനി ഇമോഷണൽ ഹീലിങ്സിന് ഒരു ടൈം ഉണ്ടാവും. അതിന് നമ്മൾക്കൊരു കണ്ണുനീരുണ്ടാവും, അതേപോലെ ഭയങ്കരമായിട്ട് സങ്കടം ഉണ്ടാവും ഉള്ളിൽ, അല്ലെ, ഒരു പേടി ഉണ്ടാവും, ഒരു ഗിൽറ്റി ഫീൽ ഉണ്ടാവും. എന്നെ തന്നെ എനിക്ക് തന്നെ ഇങ്ങനത്തെ ഒരു സംഭവിച്ചല്ലോ, എനിക്ക് എൻ്റെ ഹസ്ബൻഡിന് ഒരു കുഞ്ഞിനെ കൊടുക്കാൻ സാധിച്ചില്ല എന്നൊക്കെ ഉള്ളൊരു ഗിൽറ്റി ഫീലിംഗ് നമ്മളോട് തന്നെ സ്വയം നിന്ന് നമ്മളെ തന്നെ വെറുക്കുന്ന ഒരു അവസ്ഥയിലൂടെയൊക്കെ ചിലപ്പോൾ നിങ്ങൾ പോകുന്നുണ്ടാവും. പിന്നെ ആ ഒരു കാരണം കൊണ്ട് നമ്മള് കണ്ണീരൊക്കെ നമ്മൾ ഒറ്റക്ക് റൂമിലിരുന്ന് കണ്ണീരൊഴുക്കുന്ന ഒരു അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ടാവും.
ആ ഒരു ഇമോഷണൽ ബാലൻസിനെ ഒരു ഫിസിക്കലി ആയിട്ട് നമ്മൾക്ക് റിഫ്ലക്ട് ചെയ്യുന്നുണ്ടാവും, കണ്ണീരായിട്ട് അല്ലെങ്കിൽ പേടിയായിട്ട്, ഒരു ഗിൽറ്റി ആയിട്ടും ഒക്കെ. അതിനൊക്കെ ക്യൂർ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഇമോഷണലി ഇംബാലൻസിനെ ബാലൻസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഓൺ ടൈം വേഴ്സസ് ലോങ് ടൈം ഹീലിംഗ് എന്ന് പറഞ്ഞാൽ, ഓൺ ടൈം എന്ന് പറഞ്ഞാൽ സർഫേസ് ലെവലിൽ റിലീഫ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിലുള്ള ഒരു സർഫേസ് ലെവലുണ്ട്, അതിനെ ക്യൂർ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ലോങ് ടൈം എന്ന് പറയുന്നത് ഇന്നർ ട്രാൻസ്ഫോർമേഷൻ ആണ്. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഉള്ളിലുള്ള ഓർഗൻസിനെയും ആ ഒരു ഇമോഷണലി അല്ലെങ്കിൽ നമ്മളുടെ എനർജി മൊത്തത്തിൽ ഓർഗൻസിനെയൊക്കെ ആ ഒരു ഇന്നർ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാൻ എന്നുള്ളതാണ്. ആ ഒരു ഇന്നർ ട്രാൻസ്ഫോർമേഷൻ കറക്റ്റായിട്ട് നിങ്ങളുടെ ലൈഫിൽ നടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ ആ ഒരു കമ്മിറ്റ്മെന്റ് തരണം, അതേപോലെ കൺവീനിയൻസ് ആയിരിക്കണം എന്നുള്ളതാണ്. നിങ്ങൾ കറക്റ്റായിട്ട് കമ്മിറ്റ്മെന്റോടെ ആ ഒരു പ്രൊസീജിയറിലൂടെ പോകാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ മാത്രം ഈ ഒരു ട്രീറ്റ്മെന്റ് ഫോളോ ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഓൺ ടൈം ആയിട്ട് പെട്ടെന്ന് ഇപ്പൊ തന്നെ ഒരു മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ 2 മാസത്തിനുള്ളിൽ എനിക്ക് കുട്ടി വേണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും സാധിക്കുന്ന കേസല്ല. നിങ്ങളുടെ ഹോർമോൺ ബാലൻസ് ലെവൽ ആവുകയുള്ളൂ എന്നുള്ളതാണ്. നിങ്ങളൊരു കാത്തിരുന്നു, ഇത്രയും വർഷങ്ങൾ നിങ്ങൾ കാത്തിരുന്നില്ലേ, അതേപോലെ നിങ്ങൾ കാമായി സമാധാനത്തോടെ നിങ്ങൾ കാത്തിരുന്നാല് ആ ഒരു കാത്തിരിപ്പിന്റെ പ്രൊസീജിയർ ആ ഒരു ഋതമിലൂടെ ആസ്വദിച്ചു പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായി നിങ്ങളുടെ ആ ഒരു ഗർഭപാത്രത്തിൽ അത് റിഫ്ലക്ട് ചെയ്യും എന്നുള്ളതാണ്. ഇനി നിങ്ങളുടെ മെത്തേഡ് എന്ന് പറയുന്നത് മെരീഡിയൻ മാസ്റ്ററിംഗ് മെത്തേഡ്, മെത്തേഡാണ് ഇത്. ഈ ഒരു മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് ഫോളോ ചെയ്തിട്ട് എൻ്റെ ഈ ഒരു കമന്റിലൂടെ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു ഹീലാണ്. ആ ഒരു റൂട്ട് കോസിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് റിലീഫ് ചെയ്ത് കൊണ്ടുവരുന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇന്നർ സർഫേസിൽ കറക്റ്റായിട്ട് ക്വിക്കായിട്ട് ഫിക്സ് ചെയ്യിപ്പിക്കുക. ഓരോരോ കാര്യങ്ങളിലും എവിടെയാണോ ഡെഫിഷ്യൻസി ഉള്ളത് അവിടെ ക്യൂർ ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വരുന്ന ഒരു മെത്തേഡിലൂടെയാണ് ഈ ഒരു മെത്തേഡ് കൊണ്ടുപോകുന്നത്, മെറീഡിയൻ മാസ്റ്ററിംഗ് മെത്തേഡ് കൊണ്ടുപോകുന്നത്. നിങ്ങൾ ഈ ഒരു ജേണിയിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുള്ളത് വീക്ക് ബൈ വീക്ക് ഇമ്പ്രൂവ്മെന്റ് ചെയ്യുന്നതാണ്. ഓരോ ആഴ്ച കഴിയുമ്പോഴും നിങ്ങളുടെ ലൈഫിൽ ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുന്നുള്ളത് തീർച്ചയാണ്. അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്നും. നിങ്ങളുടെ ലൈഫിലെ സ്ലീപ്പ് കറക്റ്റ് ആയിരിക്കും ഉണ്ടാവില്ല, ഉറക്കം കറക്റ്റ് ആയിട്ട് ഉണ്ടാവില്ല, നിങ്ങളുടെ എനർജി ഒരു ദിവസം നല്ലോണം ലോ ആയിരിക്കും, ഒരു ദിവസം നല്ല ഹൈയിലുണ്ടാവും. അപ്പൊ അധിക സമയവും നിങ്ങൾ ലോ എനർജിയിലായിരിക്കും. പിന്നെ അതേപോലെ പലതരത്തിലുള്ള മൂഡ് സ്വിങ്സ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ ഒരു ഹോർമോൺ ഇംബാലൻസ് ഉള്ള ആളിൽ ഭയങ്കരമായിട്ട് മൂഡ് സ്വിങ്സ് കൂടുതലായിരിക്കും, പീരിയഡ്സ് കറക്റ്റ് അല്ലായിരുന്നു, ആ ഒരു ടൈമിൽ അങ്ങനെയായിരിക്കും നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുപോകുന്നുണ്ടായിരിക്കുക അല്ലേ. ആണോ? നിങ്ങൾ അത്തരത്തിലുള്ളൊരു പ്രൊസീജിയറിലൂടെയാണോ പോകുന്നുള്ളത്? നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ആ ഒരു റോൾ എന്ന് പറയുന്നുള്ളത്, ഈ ഒരു ഹീലിംഗിലേക്കുള്ള റോൾ എന്ന് പറയുന്നുള്ളത്, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളൊരു പേഷ്യന്റ് അല്ല എന്ന് ചിന്തിക്കുക. നിങ്ങളൊരു പേഷ്യന്റ് അല്ല, നിങ്ങളൊരു ഹീലറാണ്. നിങ്ങളുടെ ശരീരത്തിന്റെ തന്നെ ഒരു ഹീലർ ആവാന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു മെത്തേഡിലൂടെ ഞാൻ നിങ്ങളെ ആഗ്രഹിക്കുന്നുള്ളത്, നിങ്ങൾ എന്താണ് ആവേണ്ടത് എന്നുള്ളത്. നിങ്ങളൊരു പേഷ്യന്റ് ആയി നിങ്ങളെ കാണരുത്. നിങ്ങളെ തന്നെ നിങ്ങളൊരു പേഷ്യന്റ് ആണ്, ഞാനൊരു അസുഖക്കാരിയാണ് എന്ന് നിങ്ങളെ തന്നെ സ്വയം പറഞ്ഞ് എന്നുള്ളത് നിങ്ങളെ അതിലേക്ക് തന്നെ മൂവ് ചെയ്യിപ്പിക്കുന്നുള്ളത്. പക്ഷെ ഞാൻ അല്ല നിങ്ങളോട് പറയുന്നുള്ളത്. നിങ്ങള് നിങ്ങളുടെ ശരീരത്തിന്റെ ഹീലർ ആവാന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. ആ ഒരു ഹീലറായിട്ട് നിങ്ങളെ കൈകൊണ്ട് നിങ്ങളുടെ ശരീരത്തെ ക്യൂർ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ കൺസിസ്റ്റൻസിയും അതേപോലെ ബിലീഫ് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയൊരു ട്രാൻസ്ഫോർമേഷൻ നടക്കും എന്നുള്ളതാണ്. പിന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുള്ളത് എന്താണെന്ന് വെച്ചാല്, നമ്മളുടെ ഈ ഒരു സഫോമി സോൾ എന്ന കമ്മ്യൂണിറ്റിയിലൂടെ നിങ്ങൾക്ക് ഒരു വീക്ക്ലി ഗൈഡൻസ് ഉണ്ടാവും. എൻ്റെ ആ ഒരു നേരിട്ടുള്ള ഒരു ഗൈഡൻസ് ഉണ്ടാവും, അതേപോലെ ഇമോഷണലി നിങ്ങളൊരു സപ്പോർട്ട് ഉണ്ടാവും. നിങ്ങൾ ആ ഒരു നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുമല്ലോ, അത് നിങ്ങളെ ട്രാക്ക് ചെയ്യിപ്പിക്കും. അതിലൂടെ നിങ്ങൾക്ക് വിൻ ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അതിലേക്ക് എത്തിപ്പെടാൻ പറ്റും എന്നുള്ളതാണ്. ആ ഒരു ഓഫറാണ് നിങ്ങൾക്ക് ഞാൻ ആ ഒരു സപ്പോർട്ടീവായിട്ട് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നുള്ളത്. ഇനി ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു റിയൽ സ്റ്റോറി എന്ന് പറയുന്നത്, ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ അത് അവരുടെ ഒരു ഹീലിപ്പിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് അവരുടെ ടൈമും ആ ഒരു സ്നേഹവും ആ ഒരു അക്യുപങ്ചറിനോടുള്ള ഒരു കമ്മിറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പൊ നിങ്ങളുടെ ആ ഒരു സ്റ്റോറീസ് നിങ്ങൾക്ക് തന്നെ ഇൻസ്പയർ ചെയ്യും എന്നുള്ളതാണ്. ആ ഒരു ഇൻസ്പിറേഷനിലൂടെ നിങ്ങൾക്ക് വരാൻ പറ്റും. ഈ ഒരു അക്യുപങ്ചർ ആ ഒരു ജേണിയിലൂടെ നിങ്ങളുടെ ലൈഫിൽ തന്നെ നിങ്ങൾക്കൊരു
ഇൻസ്പയർ ആവുന്ന ഒരു സ്റ്റോറി ആയിരിക്കും നിങ്ങൾക്ക് ലൈഫിൽ, ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും നിങ്ങൾ നടക്കുക എന്നുള്ളത്. നിങ്ങൾക്ക് ഫൈനൽ മെസ്സേജ് ആയിട്ട് എനിക്ക് തരാനുള്ളത്, ഹീലിംഗ് ഇസ് നോട്ട് ഇൻസ്റ്റന്റ്. പെട്ടെന്നുള്ള ഒരു കാര്യമല്ല ഈ ഒരു ഹീലിംഗ് എന്ന് പറയുന്നത്. പക്ഷേ ഇതൊരു പോസിബിൾ ആണ്. വലിയൊരു ബലപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. ആ ഒരു ജേണിയിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെക്കുക ഇന്ന് തന്നെ. ഈ ഒരു സഫമി സോൾ എന്ന ഈ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് നിങ്ങളെ കാത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ, നിങ്ങൾ ഈ ഇത്തരത്തിലുള്ള ഞാൻ പറഞ്ഞ കാര്യങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, അത്രത്തോളം ഭയങ്കരമായിട്ട് മനസ്സിൽ വിമ്പുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ, നിങ്ങളെ തീർച്ചയായും ഈ ഒരു സഫമി സോളിലേക്ക് ജോയിൻ ചെയ്യാൻ, ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക്. നിങ്ങളുടെ അതേ മൈൻഡിലുള്ള, അതേ സ്ട്രഗിൾ ചെയ്യുന്നുള്ള, എന്താണോ ബുദ്ധിമുട്ടുള്ള അത്തരത്തിലുള്ള സ്ത്രീകളായിരിക്കും ഇവിടെ ഉണ്ടാവുക എന്നുള്ളത്. സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ഒരു സഫോമി സോൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ തന്നിരിക്കുന്ന ആ ഒരു താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നിങ്ങൾക്ക് ആ ഒരു കോൺടാക്ട് നമ്പർ തരുന്നതായിരിക്കും. ഞാൻ എൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നിങ്ങൾക്ക് കറക്റ്റായിട്ട് എന്നെ കൺസൾട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഈ ഒരു കൺസൾട്ടിങ്ങിലൂടെ ഈ ഒരു ഹോർമോണൽ ഹീലിംഗ് പ്ലാനിലേക്ക് നിങ്ങൾ വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ, ഞാൻ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഒരു 1-to-1 സെഷൻ തരുന്നുണ്ട്. അത് ലിമിറ്റഡ് ഓഫറാണ്. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. എന്താണ് നിങ്ങളുടെ നിലവിലുള്ള അവസ്ഥ, അതിനെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അതിനെ ക്യൂർ ചെയ്യിപ്പിക്കാൻ പറ്റും. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളിൽ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ അതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ നമ്പർ എന്ന് പറയുന്നത് 7025000997. ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുന്നതാണ്. നിങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നേരിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടിലൂടെ കടന്നു വരുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സഫോമി സോൾ എന്ന ഈ ഒരു കമ്മ്യൂണിറ്റി നിങ്ങളെ രണ്ട് കൈ നീട്ടി ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും ഇത്തരത്തിലുള്ള ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ, കുട്ടികളില്ലാതെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അവർക്കും കൂടി അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, അമർത്തി കൊടുക്കുക. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നമ്മളുടെ ഓരോരോ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.